ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ്. ഇത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലാണ്. മനോഹരമായ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. 3250 സ്ക്വയർ ഫീറ്റിൽ 20 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഇത് നസീർ ഖാൻ നെജുമ ദമ്പതികളുടെ വീടാണ്. ഈ ഒരു വീടിൻ്റെ ഡിസൈനും പ്ലാനും എലിവേഷനും കൺസൾട്ടേഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് പെർസ്പെക്റ്റീവ് ഡിസൈനേഴ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. ഇവിടെ മുറ്റത്തായിട്ടൊക്കെ കോബിൾ സ്റ്റോൺസ് കൊടുത്തിരിക്കുകയാണ്. സൈഡിലായിട്ട് ബഫല്ലോ ഗ്രാസ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോക്സിയൽ പാമാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ടാണ് നമ്മുടെ കാർ പോർച്ച്, 10 സെൽ കാർ പോർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ എലിവേഷനിലോട്ട് വരികയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ഫ്രണ്ടിലായിട്ടൊക്കെ തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ഫൈക്കസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലും താഴെയും ഒക്കെ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വീടിൻ്റെ ഭംഗി എടുത്തറിയിക്കുന്ന രീതിയിലാണ് ഈ ഒരു എലിവേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉള്ളിലെ കാഴ്ചകളിലോട്ട് പോകാം. ഉള്ളിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ടെ ഇതാ നമ്മുടെ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, ഒരു ബ്രേക്കർ വോള് കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു വലിയ സർക്കിളൊക്കെ കൊടുത്ത് വെളിയിലായിട്ട് ഇങ്ങനെ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലൊരു ഇംപ്രഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു എലിവേഷന്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് ഇതാണ്, ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. ഒത്ത നടുവിലായിട്ടാണ് നമ്മുടെ ഫൈക്കസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഗ്രാസൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഭാഗം നല്ല രസമാക്കി എടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ നല്ലൊരു ഗ്രീനറി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഡോർ ഇതാണ്, സ്റ്റീൽ ഡോറാണ്, ഡബിൾ ഡോറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനൊരു സ്പേസാണ് കാണുന്നത്. അതിലാദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലോട്ടാണ്. നല്ലൊരു ലിവിങ് ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വശത്തായിട്ട് നമുക്കിങ്ങനെ ഒരു റോക്സിൻ്റെ എഫക്റ്റിലാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് PU പാനൽസ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. 4x2 സൈസിൽ വരുന്ന PU പാനൽസ് ആണ്. ജസ്റ്റ് നമുക്ക് നമ്മുടെ വോളിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ശരിക്കും നമുക്ക് നല്ലൊരു നാച്ചുറാലിറ്റി കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ചൈന ഡോൾ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകൾ വശത്ത് നമുക്ക് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് ആ ഒരു പ്ലാന്റ്സിനൊക്കെ കിട്ടുന്ന രീതിയിലാണ്. ഇവിടെ ആയിട്ട് ഇങ്ങനൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ പാർട്ടീഷനാണ് കേട്ടോ, സ്ക്വയർ ട്യൂബ്സിൽ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ പാർട്ടീഷൻ. നല്ല ഭംഗിയായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഒരു രീതിയിൽ നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിലല്ല കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കാണുന്നത് ഒരു കുഞ്ഞ് ലിഫ്റ്റാണ്, അതിനെക്കുറിച്ച് പറയാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഹാള് കണ്ടില്ലേ, വിശാലമായൊരു ഹാളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ്ങും നമ്മുടെ ഡൈനിങ്ങും ഒക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇതാ ഈ ഒരു സൈഡിലാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. മുകളിൽ നല്ല രീതിയിലാണ് കേട്ടോ സീലിംഗ് വർക്കുകളും ഒക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ കസ്റ്റം മെയ്ഡാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു കിച്ചണൊക്കെ കാണാം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിലും, അതായത് ഫാമിലി ലിവിങ് ഏരിയയിലും നല്ലൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. നമ്മളെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കാണുന്നത് നമ്മുടെ ലിഫ്റ്റാണ് കേട്ടോ. ഇതൊരു 4 പേർക്ക് അറ്റ് എ ടൈം കയറാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ളൊരു ലിഫ്റ്റാണ്. ഫ്രണ്ട്സിനൊക്കെ തന്നെ ഭാവിയിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും ആവശ്യമാണ് ഇങ്ങനൊരു ലിഫ്റ്റ്. നമ്മളെല്ലാ സംവിധാനങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനൊരു ലിഫ്റ്റ് ചെയ്താൽ അത് വളരെയധികം അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഡോറ് കാണുന്നത് പുറത്തേക്കുള്ള വാതിലാണ്. പിന്നെ ഒന്ന് ലിഫ്റ്റിൻ്റെ ആണ് കേട്ടോ. ഇത് ഈ ഒരു ലിഫ്റ്റിൽ 500 kg ആണ് പറയുന്നത്, കപ്പാസിറ്റി പറയുന്നത്. 4 പേഴ്സൺസ് അറ്റ് എ ടൈം കയറാൻ പറ്റുന്ന ലിഫ്റ്റാണ്. ഒരു ചെറിയ ലിഫ്റ്റാണ് കേട്ടോ. നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളോടു കൂടി നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഇങ്ങനൊരു ലിഫ്റ്റും കൂടെ ചെയ്യുന്നത് ഒട്ടും അധികമാവത്തില്ല. ഇതാണെങ്കിൽ ലിഫ്റ്റിനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 5 lakhs ആണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കൂടിയിട്ടൊരു 7 lakhsനുള്ളിലാണ് കേട്ടോ ഈ ലിഫ്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത്.
അപ്പോൾ നമുക്ക് നമ്മളെല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലിഫ്റ്റും കൂടെ കരുതിയാൽ ഈ ഒരു കാലത്ത് മുകളിലോട്ട് ആരും കയറാതിരിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാനും നമ്മുടെ പേരൻസിനും എപ്പോഴും മുകളിലൊക്കെ കയറി ഇറങ്ങാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് നമ്മുടെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇതൊരു പ്രെയർ റൂമാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വുളു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വുളു എടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 2 കിച്ചൺ വരുന്നുണ്ട്. ഒന്നൊരു ഓപ്പൺ കിച്ചൺ ആണ്, പിന്നെ കൂടാതെ ഒരു വിശാലമായ കിച്ചൺ കൂടി വരുന്നുണ്ട്. രണ്ടും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അക്രിലിക് കിച്ചൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കിച്ചണും കാണാം. ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു മോഡുലാർ കിച്ചണാണിത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്രിലിക് കിച്ചൺ കൂടിയാണ്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ കിച്ചൺ കാണാം. ഈ ഒരു കിച്ചണിലും ഷട്ടേഴ്സ് എല്ലാം തന്നെ ആക്രിലിക്കിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. 2 കിച്ചണിലും ഹുഡ് ആൻഡ് ഹോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. താഴെ ഇവിടെയും മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു ലോങ് യൂണിറ്റ് ഒക്കെ കാണാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോക്ക് റെഫ്രിജറേറ്റർ ആണ്. ജസ്റ്റ് ഇങ്ങനെ നോക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ ലൈറ്റ് ഇങ്ങനെ തെളിയുന്ന റെഫ്രിജറേറ്റർ ആണ്. 2 സൈഡഡ് ആണ്. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. 220 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുള്ളത്. വളരെ വിശാലമായിട്ടൊരു റൂമാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെയും ഇതാ കണ്ടില്ലേ, സീലിങ്ങിലൊക്കെ തന്നെ ജിപ്സം വർക്കും അതുപോലെ വുഡൻ ലൂവേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഹെഡ് ബോർഡൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിലാണ്. നമ്മുടെ കോട്ടും ഒക്കെ തന്നെ മറൈൻ പ്ലൈയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡ്രോബ്സും ഇവിടെ ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോഴ്സോട് കൂടിയ വാർഡ്രോബ്സ് ആണ്, മറൈൻ പ്ലൈയിൽ ചെയ്തിരിക്കുന്നു. അതുപോലെ നല്ല സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വോളിലായിട്ടൊക്കെ തന്നെ ടെക്സ്ചർ വർക്കാണ് കേട്ടോ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് തന്നെയാണ്. ഇനി ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. നല്ലൊരു ഡ്രസ്സിങ് ടേബിൾ ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്നൊരു ബാത്റൂം വരുന്നുണ്ട്. മുകളിലായിട്ട് ഇങ്ങനെ വുഡൻ പാനൽസ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണിത്. 170 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർഡ്രോബ്സ് ഒക്കെ തന്നെ മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 ഡോർ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇനി ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി, ഒരു ഡ്രസ്സിങ് ടേബിൾ വരുന്നുണ്ട്. പിന്നെ എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ഒരു ഡ്രസ്സിങ് സ്പേസ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്.
അപ്പോൾ ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളിലോട്ട് പോയാലോ. നമ്മുടെ ഹോളിൻ്റെ ഈ ഒരു പോർഷനിൽ 2 സൈഡും ഡബിൾ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്കൊരു ബ്രിഡ്ജ് പോലെ ഒരു റൂമിലേക്കൊരു വേ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ ദാ ഇങ്ങനൊരു വേ കൊടുത്തിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ ഒരു ബെഡ്റൂമിലോട്ട് മാത്രമായിട്ട്. ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ഗ്ലാസും സ്ക്വയർ ട്യൂബ്സും ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു മിഡിൽ പോർഷൻ ഫുള്ളായിട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ ഒരുപാട് പേര് സേഫ്റ്റി ഇഷ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരാൾക്ക് പൊട്ടിച്ചങ്ങ് കയറാനൊന്നും പറ്റില്ല. അത് നമ്മുടെ കാറിൻ്റെയൊക്കെ ഗ്ലാസ് പോലെ ചിമ്മി നിൽക്കത്തതേ ഉള്ളൂ, പൊട്ടി അങ്ങ് പോവില്ല കേട്ടോ. ഒരുപാട് പേര് ആ ഒരു ഡൗട്ട് ചോദിക്കാറുള്ളതാണ്. ഈ ഒരു റൂമിലും സ്ലൈഡിങ് ഡോസോട് കൂടിയ വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ദാ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിനോട് ചേർന്നുള്ള ബാൽക്കണി പോർഷനാണ്. ഈ ഒരു റൂമിൽ നിന്ന് നമുക്കൊരു ചെറിയ ബാൽക്കണി സ്പേസ് കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് ബെഡ്റൂം കാണാം. അതിന് മുന്നേ നിങ്ങൾക്ക് ആ കണ്ടല്ലോ, ആ ഗ്ലാസ് ഡോർ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ആ ലിഫ്റ്റിൻ്റെ സ്പേസ് ആണ് കേട്ടോ അത്. ഇനി ഇത് നെക്സ്റ്റ് ബെഡ്റൂമാണ്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂമില്ലേ അതിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ഡോസോട് കൂടിയ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ആ ഒരു ഭാഗത്തായിട്ടൊരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു സ്റ്റഡി ടേബിൾ, ഒരു ഓഫീസ് ടേബിളൊക്കെ വരുന്നുണ്ട്. വോളായിട്ടെല്ലാം തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയണം. അതുപോലെ ആ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക. ഈ ഒരു വീടിൻ്റെ ഈ ഒരു എലിവേഷനും പ്ലാനും ഒരു കൺസൾട്ടേഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് പെർസ്പെക്റ്റീവ് ഡിസൈൻസ് ആണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.